നമ്മുടെ ഫ്രീ ഫയറിലേക്ക് പുതിയ ഒരു ഈവന്റ് വന്നിരിക്കുകയാണ്. ഗാദർ ബലൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈവന്റ് ആണ് ഗൈസ് ഫ്രീ ഫയറിലേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഈവന്റിൽ നിന്നും ജീപ്പിന്റെ സ്കിൻ ലഭിക്കുന്നുണ്ട്, ഇമോട്ട് ലഭിക്കുന്നുണ്ട്, ഗണ്ണിന്റെ ക്രേഡ്സ് ഒക്കെ ലഭിക്കുന്നുണ്ട്. ഈ റിവാർഡ്സ് എല്ലാം ക്ലെയിം ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് എല്ലാവർക്കും ഇവിടെ 3 കളറിലുള്ള ബലൂൺ കാണാൻ സാധിക്കും. നമുക്ക് എങ്ങനെ ഈ 3 കളറിലുള്ള ബലൂൺ ലഭിക്കും? കുറെ അധികം ബലൂൺസ് ഒക്കെ നമുക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാം? നമുക്ക് എങ്ങനെ വളരെ വേഗത്തിൽ വളരെ പെട്ടെന്ന് ഈ ബലൂൺസ് ക്ലെയിം ചെയ്യാം? അത് മാത്രമല്ല ഈ റിവാർഡ്സും ഈ ഇവന്റ് ഒക്കെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ക്ലെയിം ചെയ്യാം? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോ ആണെങ്കിൽ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴേക്കാണ് ബെല്ലൈക്കൺ അമർത്തുക. കാരണം ഇതേപോലെ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. മറക്കാതെ ബെല്ലൈക്കൺ അമർത്തിയേക്ക്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ്റെ പ്രോബ്ലം വരാതെ വീഡിയോ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. ഈവന്റ് പേജിലേക്ക് പോകാൻ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഹാപ്പി ഹോളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ ഇടതുഭാഗത്ത് 3ാമത്തെ ഓപ്ഷനായ ഗാദർ ബലൂൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാനർ നമുക്ക് എല്ലാ പ്ലേസിനും ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ആ ബാനറിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു ഗാദർ ബലൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈവന്റ് പേജിലോട്ടായിരിക്കും. എന്തൊക്കെ റിവാർഡ്സ് ആണ് നമുക്ക് എല്ലാ പ്ലേസിനും ലഭിക്കുന്ന നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും റെഡിയം റിവാർഡ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് റിവാർഡ്സ് കാണാൻ സാധിക്കും. എന്തൊക്കെ റിവാർഡ്സ് ആണ് നമുക്ക് എല്ലാ പ്ലേസിനും ലഭിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഇവിടെ വ്യക്തമായി കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ നല്ലൊരു മാസമായിട്ടുള്ള ജീപ്പിന്റെ സ്കിൻ ലഭിക്കുന്നുണ്ട്. നമ്മളിവിടെ ചൂടെ കാണുന്ന ജീപ്പിന്റെ സ്കിന്നാണ് ഫ്രണ്ട്സ് നമുക്ക് എല്ലാ പ്ലേസിലും ലഭിക്കാൻ നല്ല മാസമായിട്ടുള്ള ജീപ്പിന്റെ സ്കിന്നാണ്. തൊട്ട് മുകളിലായിട്ട് നമുക്ക് എല്ലാവർക്കും നല്ല അടിപൊളി മാസമായിട്ടുള്ള ഒരു ഇമോട്ട് കാണാൻ സാധിക്കും. ഈ റിവാർഡ്സ് എല്ലാം നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ജീപ്പിന്റെ റിവാർഡ്സ് നമുക്ക് ക്ലെയിം ചെയ്യാൻ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ 30 റെഡ് കളർ ബലൂൺ, പിന്നെ നമുക്ക് എല്ലാവർക്കും 10 ഓറഞ്ച് കളർ ബലൂൺ, പിന്നെ അത് മാത്രമല്ല 20 ബ്ലൂ കളർ ബലൂൺ. ഇത്രയും ബലൂൺസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും ഈ ജീപ്പിന്റെ സ്കിൻ. നമുക്ക് ഈ ബലൂൺസ് ഒക്കെ ക്ലെയിം ചെയ്തിട്ട് നമുക്ക് ടോപ്പിലുള്ള ഇമോട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും, ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഈ റിവാർഡ്സിൽ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ക്ലെയിം ചെയ്യാം. സോ എങ്ങനെയായിരിക്കും നമുക്ക് എല്ലാവർക്കും ഈ 3 കളറിലുള്ള ബലൂൺസ് ലഭിക്കുക? ഈ ബലൂൺ കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ ബലൂൺ കളക്ട് ചെയ്യാനുള്ള മിഷൻസ് കാണാൻ സാധിക്കും. ഈ ബലൂൺസ് ഒക്കെ നമുക്ക് എല്ലാ പ്ലേസിലും ലഭിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ ബൂസ്റ്റ് എന്ന ബട്ടൺ കാണാൻ സാധിക്കും, ഒരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ദിവസവും ഇവിടെ മിഷൻസ് വരും. അപ്പോൾ നമ്മളെല്ലാവരും ഈ മിഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ വരുന്ന എല്ലാ മിഷൻസും നമ്മൾ എല്ലാവരും തന്നെ വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കുക. നമുക്കിവിടെ ലഭിച്ച മിഷൻസ് ഒക്കെ നമ്മളെല്ലാവരും കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ ബലൂൺസ് ഒക്കെ ജനറേറ്റ് ആവുന്നതായിരിക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഈ ബലൂൺസ് ലഭിക്കുന്നതിന്റെ സ്പീഡൊക്കെ വർദ്ധിക്കുന്നതായിരിക്കും. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും 1 മണിക്കൂറിൽ 1.6 ബലൂൺ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മളെല്ലാവരും ഇവിടെ വന്നിട്ട് ബൂസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും മിഷൻസ് കാണാൻ സാധിക്കും. മിഷൻസ് നമ്മളെല്ലാവരും കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ബലൂൺസ് ഒക്കെ നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഇവിടെ കാണാൻ സാധിക്കും. ബലൂണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും കളക്ട് എന്ന ബട്ടൺ കാണാൻ സാധിക്കും. ഇങ്ങനെ നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് എല്ലാവർക്കും ബലൂൺ കളക്ട് ചെയ്യാം. നമുക്ക് ബലൂൺ ലഭിക്കാനായിട്ട് നമുക്ക് ഇവിടെ ബലൂണിന്റെ ഒരു പിക്ചർ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് എല്ലാവർക്കും വന്നിട്ട് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ബലൂൺ കാണാൻ സാധിക്കും. നമ്മൾ കളക്ട് ചെയ്താൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ആ ഒരു ബലൂൺ ആയിരിക്കും. ഏതൊക്കെ കളറിലുള്ള ബലൂൺസ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് നമുക്ക് ഇവിടെ ഇടതുഭാഗത്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ബ്ലൂ കളറും ഒരു ഓറഞ്ച് കളർ ബലൂൺസ് ഉണ്ട് ഗൈസ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇവിടെ കളക്ട് എന്ന ഭാഗത്തും കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ കിട്ടുന്നതെന്ന് വെച്ചാൽ ആ ഒരു റെഡ് കളർ ബലൂൺ ആയിരിക്കും. കളക്ട് ഓൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എല്ലാ ബലൂണും നമുക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് എല്ലാവർക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ബലൂൺസ് ലഭിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് എല്ലാവർക്കും ഇവിടെ ബലൂൺസ് ലഭിക്കുന്നതായിരിക്കും ഓട്ടോമാറ്റിക് ആയിട്ട്. നമുക്ക് ഈ ബലൂൺസ് ഒക്കെ ഒരുപാട് ലഭിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ കാണുന്ന മിഷൻസ് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടുതൽ ബലൂൺസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല 10 ബലൂൺസ് ഒക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റോപ്പ് ആവുന്നതായിരിക്കും ഇവിടെ ജനറേറ്റ് ആവുന്നത്. സോ 10 ബലൂൺസ് ആയാൽ നിങ്ങൾ എല്ലാവരും ക്ലെയിം ചെയ്യുക, ഇത് മറക്കരുത്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇതിൽ കൂടുതൽ ഒരുപാട് ബലൂൺസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ സ്റ്റീൽ ബലൂൺസ് ഫ്രം ഫ്രണ്ട്സ് പൂൾ, അതായത് നമുക്ക് എല്ലാവർക്കും ബലൂൺസ് ഒക്കെ ഒരുപാട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ പേരുകൾ കാണാൻ സാധിക്കും. നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക. എന്നിട്ട് ഏത് ഫ്രണ്ടിന്റെ ബലൂണാണ് നമുക്ക് അടിച്ചു മാറ്റേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഫ്രണ്ടിന്റെ പേരിന്റെ തൊട്ട് സൈഡിൽ നമുക്ക് എല്ലാവർക്കും ഗോ എന്ന ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു പേജ് കാണാൻ സാധിക്കും. നിങ്ങളുടെ സുഹൃത്തിന്റെ അക്കൗണ്ടിലേക്ക് ഈ ബലൂൺസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ സുഹൃത്ത് ബലൂൺസ് ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ക്ലെയിം ചെയ്യാൻ സാധിക്കും. ആ സുഹൃത്തിന് ജനറേറ്റ് ആയ ബലൂൺസ് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും കളക്ട് എന്ന ഭാഗം എന്ന ബട്ടണും കാണാൻ സാധിക്കും. ഇവിടെ കളക്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ആ സുഹൃത്തിന്റെ ബലൂൺ നമുക്ക് അടിച്ചു മാറ്റാൻ സാധിക്കുന്നതാണ് നമ്മുടെ അക്കൗണ്ടിലോട്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പ്ലേയേഴ്സിന്റെയും പേരുകൾ നമ്മുടെ നോക്കുക. എന്നിട്ട് എല്ലാവരും ഗോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ആരെങ്കിലും ബലൂൺസ് ഒക്കെ എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും സിമ്പിൾ ആയിട്ട് കളക്ട് ചെയ്യാം ഗൈസ് ആ ഒരു ബലൂൺ. സോ നമുക്ക് എല്ലാവർക്കും മിഷൻസിലൂടെ നമുക്ക് എല്ലാവർക്കും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ലഭിക്കാൻ പോകുന്ന ബലൂൺ ആയിരിക്കും. അതുകൂടാതെ നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സിന്റെ അക്കൗണ്ടിൽ അവർ കളക്ട് ചെയ്യാത്ത ബലൂൺസ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അടിച്ചു മാറ്റാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, മാക്സിമം സപ്പോർട്ടും തരിക. താങ്ക്സ്.